നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം സർവേ അടിസ്ഥാനത്തിൽ കർണാടക ആസ്ഥാനമായ ഏജൻസി എല്ലാ മണ്ഡലങ്ങളിലും സർവേ നടത്തി. വിജയസാധ്യത പട്ടിക ഹൈക്കമാൻഡിന് കൈമാറി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി കനകോലു ഏർപ്പെടുത്തിയ സ്വകാര്യ ഏജൻസിയുടെ സർവേ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറി എന്നതാണ് വിവരം. 3 മാസം മുൻപ് ആരംഭിച്ച സർവേയിൽ 3 അംഗ സംഘങ്ങൾ ഉണ്ടായിരുന്നു. സർവേയുടെ മേൽനോട്ടം നേരിട്ട് നിർവഹിച്ചത് കനകോലുവാണ്. സർവേ ടീം DCC പ്രസിഡന്റുമാരെയാണ് ആദ്യം വന്നു കണ്ടത്. അതിനുശേഷം മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങി. സാമുദായിക സംഘടനാ നേതാക്കൾ, സാമൂഹ്യ സ്വാധീനമുള്ള പ്രമുഖർ, ഘടകകക്ഷി നേതാക്കൾ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവരിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചു. ഇതിനുശേഷം ചില സാങ്കേതിക വിവരങ്ങൾ കൂടി പരിഗണിച്ചാണ് പട്ടിക തയ്യാറാക്കിയത്. നവമാധ്യമങ്ങളിലും യുവാക്കളിലുമുള്ള സ്വാധീനം ഉൾപ്പെടെ ഇതിൽ ഘടകമായി എന്നാണ് വിവരം. ഈ വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ച് വിജയസാധ്യത മാത്രം കണക്കാക്കിയുള്ള ഒരു പട്ടികയാണ് ഹൈക്കമാൻഡിന് കൈമാറിയത്. ഓരോ മണ്ഡലത്തിലും ഒരാളുടെ പേര് മാത്രം എന്ന നിലയിൽ പട്ടിക കൈമാറി എന്നതാണ് വിവരം. കഴിഞ്ഞ ദിവസം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് ആദ്യം പ്രഖ്യാപിക്കുമെന്നും ഇക്കുറി പ്രശ്നങ്ങളില്ലാതെയായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്നും 24 പറഞ്ഞിരുന്നു. ഏജൻസിയുടെ പട്ടിക ഹൈക്കമാൻഡിന് കിട്ടിയതിനു ശേഷമാണ് ഇതെന്നാണ് വിവരം. അടുത്ത ദിവസം തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റി സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടി യോഗം ചേരും. കനകോലു പട്ടിക പരിഗണിച്ചായിരിക്കും സ്ഥാനാർത്ഥി നിർണയം നടത്തുക. ഇതിനുശേഷം ഹൈക്കമാൻഡ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്യും. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.